ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ നമ്മൾക്ക് കാണാൻ സാധിച്ച സ്ഥലങ്ങളിൽ മനോഹരമായ കാഴ്ചകൾ വരും വീഡിയോകളിൽ കൂടി കാണുവാൻ സാധിക്കുന്നതാണ്. 15ാം എപ്പിസോഡ് നമ്മൾ താജ്മഹൽ സന്ദർശിച്ചതായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ 16ാം എപ്പിസോഡ് ആഗ്ര ഫോർട്ട് കാണുവാനായിട്ടാണ് പോകുന്നത്. താജ്മഹൽ കണ്ടതിന് ശേഷം നേരെ ആഗ്ര ഫോർട്ടിലേക്ക് തിരിച്ചു. താജ്മഹൽ കണ്ടതിന് ശേഷം വേണം ആഗ്ര ഫോർട്ട് കാണുവാനായിട്ട് പോവാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആഗ്ര ഫോർട്ടിൽ നിന്നും ഷാജഹാൻ തൻ്റെ പ്രിയപത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മകളിലിരുന്ന് അങ്ങ് യമുന നദിക്കരയിലെ താജ്മഹൽ കണ്ടിരുന്നത്. ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ കോട്ട, ചുവന്ന നിറത്തിലുള്ള മതിൽക്കെട്ടുകളാൽ ഗംഭീരമായ രൂപഘടനയിൽ നിർമ്മിച്ച ആഗ്ര ഫോർട്ട്, മുൻവശത്തായി വീശിയടിക്കുന്ന ഇന്ത്യൻ ത്രിവർണ്ണ പതാകയും. താജ്മഹലിൽ നിന്നും ജസ്റ്റ് 3 കിലോമീറ്റേഴ്സ് ദൂരമേ ഉള്ളൂ ആഗ്ര ഫോർട്ടിലേക്ക്. ഫോർട്ടിൻ്റെ മുൻവശത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ 100 രൂപയായിരുന്നു പാർക്കിംഗ് ചാർജ്. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ആഗ്ര ഫോർട്ടിലേക്ക്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫോർട്ടിനടുത്തേക്ക് നടന്നു. കോട്ടയുടെ രൂപം കണ്ട് അത്ഭുതമെന്നോളം കുറച്ചു നേരം നോക്കി നിന്നു. ഇപ്പോൾ നാട്ടിലുള്ള ചൂടിൻ്റെ കാഠിന്യം എത്രമാത്രമാണെന്ന് നമുക്കറിയാലോ. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായ ചൂടിൽ മുന്നിലുള്ള കാഴ്ചകൾക്ക് മങ്ങലേൽക്കുന്നതായി തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കാനും സാധിച്ചില്ല. ടിക്കറ്റ് എടുത്ത് ഉൾവശത്തേക്ക് പ്രവേശിച്ചാൽ രാജകീയമായ ചുമരുകളും കൊത്തുപണികളും. ഇവിടെയുള്ള ഓരോ ഭാഗങ്ങൾക്കും പല ചരിത്രങ്ങളും പറയാനുണ്ടാവും. 1983 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആഗ്ര ഫോർട്ട് മുഗൾ ചക്രവർത്തി അക്ബർ പണി കഴിപ്പിച്ചതാണ്. ലോക മഹാത്ഭുതമായ താജ്മഹലിൽ നിന്നും 2.5 കിലോമീറ്റേഴ്സ് വടക്കു പടിഞ്ഞാറായാണ് ആഗ്രയിലെ ഈ കാണുന്ന ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടികയിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ കോട്ട അന്ന് ബാദൽഘട്ട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. കോട്ട മതിലുകളുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറം ഭാഗം മണൽക്കല്ല് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 8 വർഷത്തോളം സമയമെടുത്ത് 1573 ഈ കോട്ടയുടെ പണി പൂർത്തിയായി. പിന്നീട് ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് കോട്ടയ്ക്ക് ഇപ്പോഴുള്ള രൂപം കൈവരുന്നത്.
അക്ബർ ചക്രവർത്തിയിൽ നിന്നും വ്യത്യസ്തമായി ഷാജഹാൻ തൻ്റെ ഭരണകാലത്ത് ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം വെണ്ണക്കല്ല് കൊണ്ടുള്ളതായിരുന്നു. വെണ്ണക്കല്ലിൽ തീർത്ത സമ്മേളന ഹാളുകളും നടുമുറ്റങ്ങളും കാണുമ്പോൾ അവരുടെ ഭരണകാലത്തുള്ള ഒരു ചിത്രം എൻ്റെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. ചിലയിടങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ കേടുപാടുകൾ മാറ്റുന്നതും കാണാം. ഇവിടെയെല്ലാം യാത്രക്കാർ വിശ്രമിച്ചിരിക്കുന്നതും കാണാം. നമ്മൾ മുന്നേ പറഞ്ഞ മുംതാസ് മഹലിൻ്റെ ഓർമ്മകൾ വസിക്കുന്ന ആ താജ്മഹലിൻ്റെ ഭംഗി, ആ ഓർമ്മകളിൽ കഴിയുന്ന ഷാജഹാൻ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ചൂടിൻ്റെ കാഠിന്യം കാരണം തന്നെ ഇവിടെയെല്ലാം നടന്ന് ഒരുപാട് വീഡിയോസ് എടുക്കാനൊന്നും മനസ്സനുവദിച്ചില്ല. അത്രയും ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും സന്ദർശിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്നും മടങ്ങി. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ ചിലവഴിച്ചതിന് ശേഷം ഫുഡെല്ലാം കഴിച്ച് 1 മണിക്ക് നമ്മൾ യാത്ര പുറപ്പെട്ടു. നമ്മൾ നേരെ പോയത് പഞ്ചാബിലേക്കാണ്. വരും നല്ല നല്ല കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരും വരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരോടും ടാറ്റാ.